കൊല്ലം സുധിയുടെ മകൻ കിച്ചു ഏറെക്കാലം താൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും സങ്കടങ്ങളും പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളും ഒപ്പം രേണുസുധിയും കുടുംബവും തന്നോട് കാട്ടിയ ക്രൂരതകളും പുറം ലോകത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ മനസാക്ഷി മരവിച്ചു പോയിട്ടില്ലാത്ത മനുഷ്യർക്ക് നിറകണ്ണുകളോടുകൂടി അല്ലാതെ കേട്ടിരിക്കുവാൻ കഴിയാത്ത അത്ര വേദനാജനകമായ ഒറ്റപ്പെടലിന്റെയും തിക്താനുഭവങ്ങളുടെയും തീക്കനലുകളിൽ കൂടി ഓർമ്മ വെച്ച കാലം മുതൽ നടന്നു നീങ്ങുവാൻ വിധിക്കപ്പെട്ട തന്റെ ബാല്യകാല സ്മരണകൾ ഇപ്പോൾ ജനത്തിന്റെ മുമ്പിൽ താൻ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുകയാണ്. അവന്റെ കാലുകൾ ഇടറിയപ്പോൾ സമൂഹം അവനെ കല്ലെറിഞ്ഞു. പക്ഷേ അവൻ എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് ആരും കണ്ടില്ല, ആരും അന്വേഷിക്കുവാൻ തയ്യാറായുമില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് താൻ തെറ്റായ വഴികളിലേക്ക് നടന്നു നീങ്ങിയത് എന്നും മാത്രമല്ല, സർവോപരി കൊല്ലം സുധി എന്ന വ്യക്തിയെ മാക്സിമം മാർക്കറ്റ് ചെയ്ത് ആ മാർക്കറ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ഒടുവിൽ ലക്ഷ്യപ്രാപ്തി നേടിയപ്പോൾ അഹങ്കാരത്തോടുകൂടി കൊല്ലം സുധിയെ പുറം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ രേണുസുധി ആരായിരുന്നു, എന്തായിരുന്നു, അവരുടെ വീട്ടിൽ താൻ അനുഭവിച്ചത് എന്തൊക്കെയായിരുന്നുവെന്ന് കിച്ചു ഇപ്പോൾ ലോകത്തോട് തുറന്നടിക്കുകയാണ്. കിച്ചു യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം. കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, പ്രത്യേകിച്ച് രേണുസുധിക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുകയും അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ ഈ കുട്ടിയുടെ സങ്കടവും ഹൃദയവേദനയോടുള്ള ഏറ്റുപറച്ചിലുകളും കാണണം. ഇതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയുവാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇപ്പോഴും ആ സ്ത്രീയെ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ: നിങ്ങൾ മനുഷ്യരല്ല, മനുഷ്യത്വം നശിച്ചുപോയ പിശാചുക്കളാണ്. എന്തായാലും കിച്ചുവിൻ്റെ കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. രേണുസുധി എന്നുള്ള സബ്ജക്റ്റ് അത് നമ്മൾ പണ്ടേ വിട്ടുകളഞ്ഞതാണ്. കാരണം ഇത്ര നിലവാരമില്ലാത്തൊരു സ്ത്രീ, അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, അതേക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ കണ്ടന്റ് ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ല, അല്ലെങ്കിൽ അയാൾ ദൈവമായിരിക്കണം. അബദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ബോധപൂർവം തെറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അബദ്ധത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ അവർ തിരുത്തും, പക്ഷെ ബോധപൂർവം ചെയ്യുന്നത് തിരുത്താൻ പറ്റില്ല. രേഷ്മ തങ്കച്ചൻ എന്ന സ്ത്രീ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടും എന്ന് ചോദിച്ചാൽ, ബോധപൂർവം തെറ്റ് ചെയ്യുക, അത് സമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിക്കുക, അങ്ങനെ തെറ്റുകളിൽ അഭിരമിച്ചുകൊണ്ട് അതിൽ കൂടി പണമുണ്ടാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ സാക്ഷരതയും പ്രബുദ്ധതയും 100% അവകാശപ്പെടുന്നവരാണെങ്കിലും താന്തോന്നിത്തരം മാത്രം കാണിക്കുന്ന ഈ സ്ത്രീയെ തോളിലേറ്റി നടക്കുവാനും മുക്തകണ്ഠം പ്രശംസിക്കുവാനും ഇവിടെ നമുക്ക് ചുറ്റും ധാരാളം ആൾക്കാരുമുണ്ട്. അതുതന്നെയാണ് അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഇന്ധനമായി മാറുന്നത് എന്നും അവർക്ക് നന്നായിട്ടറിയാം. രേണുസുധി വെറും പാവമാണ്. സോഷ്യൽ മീഡിയ അവരെ വിടാതെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വിളിച്ചു പറയുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം അഭ്യുദയകാംക്ഷികൾ അവർക്ക് ചുറ്റിലുമുണ്ട്. കിച്ചുവിൻ്റെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളത് കാണണം. നിങ്ങളത് കണ്ടിട്ട് സത്യസന്ധമായി അഭിപ്രായങ്ങളും പറയണം. ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പുറത്തുവിട്ട വീഡിയോയിൽ അവൻ്റെ ബാല്യകാലം മുതൽ അവൻ അനുഭവിച്ച ഒറ്റപ്പെടലുകളും ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വന്ന വളരെ ദാരുണമായ റിജക്ഷനും പുറം ലോകത്തോട് പറയുവാൻ ഇപ്പോഴും അവൻ മടിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും അവനെ ഒരു ദുഃഖപുത്രനാക്കി മാറ്റിക്കളഞ്ഞു. തകർന്ന മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റി. ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് അവൻ്റെ അവസ്ഥയെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. കിച്ചുവിനെ കുറിച്ച് വീഡിയോകൾ ചെയ്ത സമയത്ത് ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. പക്ഷേ അന്നൊന്നും കിച്ചു ഇതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ വന്നിട്ടില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ലോകത്തോട് അവനിതെല്ലാം തുറന്നു പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. എന്തായാലും ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ചിലപ്പം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം, ഒന്നും അറിയത്തില്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ. പിന്നെ വരുന്ന ചോദ്യങ്ങൾ, വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാൻ ടൈം കിട്ടിയേ, ഇതിന് മുന്നേ ഒന്നും സമയമില്ലായിരുന്നു, അങ്ങനത്തെ കുറേ ടോക്കൊക്കെ വരാം. ദാനമായി ഭൂമി നൽകുകയും ആ ഭൂമിയിൽ ദാനമായി തന്നെ നല്ലൊരു വീട് പാർക്കുവാൻ വേണ്ടി വെച്ചു കൊടുക്കുകയും ആ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പേരിൽ പ്രശ്നമുണ്ടാക്കുകയും ആ വീടും സ്ഥലവും കൊടുത്ത വ്യക്തികളെ, അത് കൊടുത്ത പുരോഹിതനെ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ കിച്ചു എന്താണ് ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്നറിയുവാൻ കാത്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ കിച്ചു അന്നൊന്നും വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിച്ചുവിന് മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം പറയാതിരുന്നത്, ഇതൊക്കെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്ന് ആൾക്കാർ ചോദിക്കും എന്നുള്ള ഭയം അയാളുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ ആ വീഡിയോയുടെ കീഴിലുള്ള കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരാളുടെ പോലും കുറ്റപ്പെടുത്തലുകളില്ല. എല്ലാ വ്യക്തികളും ആ കുട്ടിയെ സാന്ത്വനിപ്പിക്കുകയാണ്, അവനെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുകയാണ്, അവന് മാക്സിമം സപ്പോർട്ടുകൾ കൊടുക്കുകയാണ്.
ഇപ്പോഴെങ്കിലും ഇതെല്ലാം ലോകത്തോട് തുറന്നു പറയുവാൻ കിച്ചു തയ്യാറായല്ലോ. നിന്റെ അച്ഛനെ വിറ്റ് ഇവിടം വരെയോളം എത്തിയ രേണുസുതി എന്ന വ്യക്തിയെ ഇപ്പോഴെങ്കിലും തുറന്നു കാണിക്കുവാൻ കാട്ടിയ ആ മനസ്സിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാളം ജനങ്ങൾ ആ കമന്റ് ബോക്സിൽ പ്രതികരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു വീഡിയോ കിച്ചുവിന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുവാനാണ് സാധ്യത. കാരണം അത്രമാത്രം ജനങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശാലിനി എന്നാട്ട എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവരുടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് നേസിയിട്ടോട്ടെ അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെ പോകാനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കര കരച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയ സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക്. ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടാനും ഉണ്ടായിരുന്നു. ഒരു കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാകുമെന്ന. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ടെങ്ങാണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകളെന്നൊക്കെ പറഞ്ഞാൽ. കൂടുതൽ ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം അടി. ഒരു കൊച്ചുകുട്ടിയുടെ ബാല്യകാല ജീവിതം അതവന്റെ ജീവിതത്തെ അടിമുടി മാറ്റി എഴുതും. ഒരു വിധത്തിൽ അവന്റെ വിധിയെ തന്നെ തീരുമാനിക്കുന്നത് ആ ബാല്യകാല അനുഭവങ്ങളായിരിക്കും. ഇവിടെ ആ കുട്ടി പറയുകയാണ്, 1.5-2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ നൊന്തുപെറ്റ അമ്മ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു മറ്റൊരു വ്യക്തിക്കൊപ്പം ഓടിപ്പോയി. അച്ഛൻ 2ാമത് വിവാഹം കഴിക്കുന്നു. ആ വിവാഹബന്ധം അവന്റെ ഓർമ്മയിൽ പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ എന്നും സംഘർഷമാണ്. അടിയല്ലാതെ മറ്റൊന്നും അവൻ കണ്ടിട്ടില്ല. ഒടുവിൽ അമ്മയ്ക്കൊപ്പമുള്ള ജീവിതം മടുത്ത് സ്വയം തോൽവി സമ്മതിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാൻ പോലും പോകുന്നു. ആ കൂട്ടത്തിൽ തൻ്റെ മകനൊരു ബാധ്യതയായി മാറാതിരിക്കുവാൻ ആ കൊച്ചുകുട്ടിയെ കൂടെ കൊല്ലം സുധി എന്ന കലാകാരൻ മരണത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി എന്നൊക്കെയാണ് ഈ പറയുന്നത്. എത്ര ദാരുണമായൊരു അനുഭവമാണിത്. അന്ന് കൊല്ലം സുധിയുടെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് ഒന്നും അറിയാതെ യാത്ര ചെയ്ത ഈ കൊച്ചുകുട്ടി അതൊരു ആത്മഹത്യാശ്രമമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, മരണത്തിന്റെ വക്കിലൊന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടൊടുവിൽ ഒരു കടത്തിണ്ണക്കിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഇതവന്റെ ജീവിതത്തിലുണ്ടാക്കിയ ട്രോമ അതെത്ര ഭയങ്കരമായിരിക്കും. കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ മകനോ മകൾക്കോ ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരുന്ന രംഗം അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് ഉല്ലസിച്ച് ജീവിക്കേണ്ട ബാല്യകാലം, അവിടെ അവൻ കണ്ടതും കേട്ടതുമെല്ലാം അശ്ലീല വാക്കുകളും അടിപിടിയും ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഒക്കെയായിരുന്നു. ചുരുക്കത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ഉള്ളിൽ വരച്ചിട്ട് കളഞ്ഞു. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു. കാരണം ആ 2ാം വിവാഹ ബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ വീണ രേണുസുതിക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നത് നമ്മൾ കണ്ടതാണ്. അവരെക്കുറിച്ചാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു അന്ന് കൊല്ലം സുധിക്ക് അവർ കൊടുത്തിരുന്നത് എന്ന്. ഒരുപക്ഷെ അതിന്റെ പിൻപിൽ പല കാരണങ്ങളും ഉണ്ടാവാം. എന്തായിരുന്നാലും ആ കലഹങ്ങളൊക്കെ വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു കിച്ചുവിൻ്റെത്. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത നൊമ്പരങ്ങളാണ് ആ അനുഭവങ്ങളൊക്കെ അവന്റെ ജീവിതത്തിന് സമ്മാനിച്ചത്. ഞങ്ങൾ കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക് അപ്പം മുതൽ. പിന്നെ
കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ ഒരു കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഇങ്ങനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ൽ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനേട്ടാ കമ്പനി ഒരുത്തനുള്ള ഏട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ലെന്ന്. ഇപ്പോൾ കിച്ചു പറഞ്ഞ വാക്കുകൾക്കിടയിൽ ഒരു കാര്യം പരാമർശിച്ചത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? കോട്ടയത്തേക്കുള്ള പറിച്ചു നടലിന് ശേഷമാണ് അവന്റെ ജീവിതം കൂടുതൽ തകർക്കപ്പെട്ടതും അവൻ വഴിതെറ്റിപ്പോയതും എന്ന്. തുടക്കത്തിലൊക്കെ വലിയ സന്തോഷമായിരുന്നു, പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അടിയായി, ബഹളമായി. കൊല്ലം സുധി എന്ന മനുഷ്യന്റെ വരുമാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച ഇത്തിൽ കണ്ണികളായി കയറിപ്പറ്റിയ ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങളെക്കുറിച്ച് അവൻ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 10 പേർക്ക് വയറ് കഴിയണമെങ്കിൽ സുധിയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. അയാൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനമൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. ഇതിനിടയിൽ കോവിഡ് വരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളും ആ വീട്ടിൽ വന്ന് പെടുന്നു. അവരുടെ ചെലവും താങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. എല്ലാം കൊണ്ടും വല്ലാത്തൊരു ദുരവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ സന്തോഷമൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങി. തുടർന്ന് കിച്ചു എന്ന ഈ കൊച്ചുകുട്ടി ഒരു മുറിക്കുള്ളിൽ ഒരു കമ്പ്യൂട്ടറുമായി 3 വർഷം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവൻ ആ വീട്ടിൽ ഒരധികപ്പറ്റാണ്, അവൻ ആ വീട്ടിൽ ആരുമല്ല. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പലപ്പോഴും സീരിയലുകളിലും സിനിമകൾക്കകത്തും നോവലുകൾക്കകത്തുമൊക്കെ വായിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൊച്ചുകുട്ടി ഇപ്പോൾ തൻ്റെ ബാല്യകാല ജീവിതത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമായി വെളിപ്പെട്ടു എന്നുള്ളത് തുറന്നു പറയുകയാണ്. കുറെ അധികം ആൾക്കാരുള്ളൊരു വീട്, പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് പോലെ അവൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ അവൻ ഇൻട്രോവേർട്ടായിപ്പോയി, ഏകാക്കിയായിപ്പോയി. ഈ കൗമാര കാലഘട്ടം അത് കളിയും ചിരിയും ബഹളവും ഒക്കെയായി ഓടി നടക്കേണ്ട സമയമാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വിനോദങ്ങളൊന്നുമില്ലാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും നരകതുല്യമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് കിച്ചു പറഞ്ഞത് ആ വീട്ടിലുള്ള ആൾക്കാർ അവർ വല്ലാത്ത സ്വഭാവമുള്ള ആൾക്കാരാണെന്ന്. അവന് പറഞ്ഞു ഫലിപ്പിക്കുവാൻ അറിയില്ല, പക്ഷേ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സുബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. വല്ലാത്ത സ്വഭാവമുള്ള മനുഷ്യർ എന്നവൻ പറഞ്ഞതിൽ കൂടി തന്നെ കാലങ്ങളായി നമ്മൾ പറഞ്ഞു വെച്ചതെല്ലാം 100% സത്യം തന്നെയായിരുന്നു എന്നുള്ളത് കിച്ചു ഇവിടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള മനുഷ്യരായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോയി ചത്തു കളഞ്ഞനെ. പക്ഷെ ഈ കൂട്ടത്തിന് ഉളുപ്പ് എന്നുള്ളത് ലെവലേശം പോലും ഇല്ലാത്തത് കൊണ്ട് ഇതല്ല ഇതിന്റെ അപ്പുറം വന്നാലും അവർ സമൂഹത്തെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പേക്കൂത്ത് നടത്തിക്കൊണ്ട് വയറ്റിപ്പഴപ്പിനുള്ള മാർഗം കണ്ടെത്തി മുൻപോട്ട് നീങ്ങുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കിച്ചു എന്ന ഈ കൊച്ചുകുട്ടിയുടെ ബാല്യകാല ജീവിതം നശിപ്പിച്ച് താറുമാറാക്കിയതിന്റെ 100% ഉത്തരവാദിത്തം രേണുസുധിക്കും കുടുംബത്തിനുമാണ്. അവൻ കൊള്ളരുതാത്തവനാണെന്നും മയക്കുമരുന്നിന് അടിമയാണെന്നും മോശം സ്വഭാവത്തിന്റെ ഉടമയാണെന്നും പറഞ്ഞ സമൂഹം അവനെ അങ്ങനെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്.
ഇത്രയധികം തിക്താനുഭവങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടും ഇത്രയും കാലം അവൻ നിങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ തള്ളിപ്പറയാൻ തയ്യാറാകാതെ ഇരുന്നു എന്നുള്ളത് അവന്റെ ക്വാളിറ്റി ആയിട്ട് മാത്രം കണ്ടാൽ മതി. സത്യത്തിൽ ഈ രേഷ്മ തങ്കച്ചൻ എന്തൊക്കെയായിരുന്നു സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് തള്ളി മറിച്ചത്? എൻ്റെ 2 മക്കളെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത്. എൻ്റെ കിച്ചുവിന് ആവശ്യമുള്ളപ്പോൾ ഞാൻ പണമിട്ട് കൊടുക്കും. എല്ലാ ദിവസവും ഞാൻ അവനെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ അവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അവസാന ഭാഗത്ത് വരുമ്പോൾ കിച്ചു പറയുന്നത് രേണുസുതിയും കിച്ചുവും തമ്മിൽ യാതൊരു തരത്തിലുള്ള സഹകരണവുമില്ല, വിളിയും പറച്ചിലും ഒന്നുമില്ല എന്നാണ്. പച്ചക്കള്ളങ്ങൾ മാത്രം രേണുസുതി സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ അവരുടെ ധൈര്യം ഒരിക്കലും കിച്ചു ഇതൊന്നും പുറം ലോകത്തോട് പറയില്ല, കാരണം അവന് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയുന്ന രീതിയിലൊക്കെ അവൻ കാര്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവന് സംസാരിക്കാൻ അറിയില്ല, എന്നിരുന്നാൽ തന്നെയും എല്ലാം അവന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതൊക്കെ അവൻ പറയുമ്പോഴും പുറത്തു വന്ന കാര്യങ്ങളൊക്കെ വെച്ച് സമൂഹത്തിന് ഊഹിക്കുവാൻ കഴിയുന്നുണ്ട് ആ കൊച്ചുകുട്ടിയെ ഏതെല്ലാം തരത്തിലുള്ള മെന്റൽ സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ ഈ കണ്ട കാലം മുഴുവൻ കടത്തിവിട്ടത് എന്ന്. പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, തിരിച്ചടിയുടെ ഒരു കാലഘട്ടം അത് വരും. രേണുസുതിയും കുടുംബവും കരുതിയിരുന്നു നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം 100 മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളൊരു ബൈബിൾ വാക്യമുണ്ട്. അത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ, ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല, ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ വിട്ടു. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്ന് തൊട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് എത്ര കഷ്ടമാണ് ഇതൊക്കെ. കൊല്ലം സുതി എന്ന മനുഷ്യന്റെ ചിലവിലാണ് ആ വീട്ടിലെ 9 പേർ ജീവിക്കുന്നത് എങ്കിലും ഭാര്യ വീട്ടിൽ പരമസുഖം, 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യം എന്ന് പറയുന്നത് പോലുള്ള അനുഭവമായിരുന്നു അയാളുടേത് എന്ന് കിച്ചു ഇപ്പോൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. സ്വന്തം മകനോടൊന്ന് സംസാരിക്കാൻ പോലും ആ വീട്ടിൽ അയാൾക്ക് അവസരമുണ്ടായിരുന്നില്ല. പുറത്ത് അച്ഛൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. ആ സമയത്ത് മാത്രമാണ് സ്വന്തം മകനോട് അച്ഛന് സംസാരിക്കുവാൻ അനുവാദമുള്ളത് എന്ന്. എന്താണിത്, വെള്ളരിക്ക പട്ടണമോ? പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, പക്ഷേ അന്നവൻ വെറും കൊച്ചുകുട്ടിയാണ്. ആ സമയത്തുണ്ടായ സംഭവങ്ങൾ ആ കുഞ്ഞു മനസ്സിനെ എത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും, അത് നമുക്ക് ഊഹിക്കാൻ കഴിയും. സ്നേഹം ലഭിക്കേണ്ട സ്ഥലത്ത് നിന്ന് അത് ലഭിക്കാതെ വന്നപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി. അവിടെ അവനെ കാത്തിരുന്നത് മോശം സ്വഭാവത്തിന്റെ ഉടമകളായ സമപ്രായക്കാരായ വ്യക്തികളായിരുന്നു. അത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. സ്വന്തം വീടിനുള്ളിൽ സംസാരിക്കാൻ ആരുമില്ലാതെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവൻ അവൻ വഴിതെറ്റി പോയില്ലെങ്കിൽ മാത്രമേ കുറ്റം പറയുവാൻ കഴിയുകയുള്ളൂ. കൊല്ലം സുധിയുടെ മകനെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പോലീസ് പിടിച്ചു, അവൻ അകത്തായി എന്നൊക്കെയുള്ള വാർത്ത അത് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. പക്ഷേ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെയായി മാറിയത് എന്നുള്ളത് അവൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. കാതുള്ളവർ കേൾക്കുക. പ്രത്യേകിച്ച് രേണുസുതിയെ വാനോളം പുകഴ്ത്തുന്ന എല്ലാ ആൾക്കാരും ചെവി തുറന്ന് ഇതൊക്കെ കേൾക്കണം. അവൻ എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്, പലതും തുറന്ന് ലോകത്തോട് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് അവൻ പല ആവർത്തി ഈ വീഡിയോയിൽ പറഞ്ഞു. കിച്ചു, നിനക്ക് സംസാരിക്കാൻ അറിയാതെ പോയത് തന്നെയാണ് രേണുസുതിയുടെയും ആ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെ. കോട്ടയത്തെ ഒറ്റപ്പെട്ട ജീവിതവും സ്നേഹം നിഷേധിക്കപ്പെട്ട, കരുതൽ നിഷേധിക്കപ്പെട്ട, സംസാരം പോലും വിലക്കപ്പെട്ട സാഹചര്യത്തിലെ ആ ദുരവസ്ഥയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ അവൻ്റെ ഉള്ളത്തെ പ്രേരിപ്പിച്ചുവെന്ന്. കൊല്ലത്തെ അച്ഛൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവരുടെ കൂടെ താമസിച്ചോട്ടെ എന്നുള്ള അവസാനത്തെ ആ ചോദ്യം, ആ പ്രതീക്ഷ, അതുപോലും അവിടെ നിരസിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയുകയാണ് സങ്കടം കൊണ്ട്. ഒരു മുതിർന്ന മനുഷ്യനെ സംബന്ധിച്ചായിരുന്നുവെങ്കിൽ അയാൾക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള പക്വതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ ഇതൊരു കൊച്ചുകുട്ടിയാണ്. കൗമാരത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്താണ് ഈ പ്രതിസന്ധികളൊക്കെ ഈ കുട്ടിയെ വേട്ടയാടുന്നത്. ഈ സാഹചര്യമൊക്കെ സൃഷ്ടിച്ചിട്ടാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പച്ചക്കള്ളം പറയുകയും എൻ്റെ കിച്ചുവിനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത്,
എനിക്ക് 2 മക്കളാണ്, അവർ 2 പേരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെ രേണുസുതി തള്ളി മറിക്കുകയും ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം പിന്നെ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. ഇപ്പം ഞാൻ കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. വീണയെ പോലെ തന്നെ കിച്ചുവിനോട് ക്രൂരത കാട്ടിയ സ്ത്രീയാണ് രേണുസുതി എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി കിച്ചു പറഞ്ഞു വെക്കുകയാണ്. അച്ഛൻ്റെ ഒപ്പം ഷൂട്ടിങ്ങിന് കിച്ചുവിനെ കൊണ്ടുപോകുന്നത് രേണുവിന് ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പേരിൽ ആ വീട്ടിൽ അടിവരെ നടന്നിട്ടുണ്ടത്രേ. ഒറ്റ വാക്കിൽ അവൻ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ച കാര്യങ്ങളല്ല അതൊന്നും, നിരന്തരമായി തുടർന്നുകൊണ്ടേയിരുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടോ സുധിയുടെ അവസാന യാത്രയിൽ കിച്ചുവിനെ ഒപ്പം കൂട്ടുവാൻ അയാൾ വിസമ്മതിച്ചു. അതുകൊണ്ട് ആ കുട്ടി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അതോടുകൂടി അവന് നഷ്ടമായത് അവന്റെ ഭൂമിയിലെ ഏക അത്താണിയായിരുന്നു. എന്തും തുറന്ന് സംസാരിക്കുവാനുള്ള ഇടമായിരുന്നു കൊല്ലം സുധി കിച്ചുവിന്. എന്തായാലും ബാക്കി കൂടി നമുക്ക് കേട്ടു നോക്കാം. പൊക്കോണ്ടിരിക്കുക, അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പം ഇവർ നേരെ ഒരു, എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നടുത്ത് ഇവർ അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ്, ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോടൊന്നും. ശരിക്കും എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഇത് രേണുസുതിയുടെയും കുടുംബത്തിന്റെയും കാര്യം തന്നെയാണോ പറയുന്നത്? നാഴികയ്ക്ക് 40 വട്ടം സുധിച്ചേട്ടൻ എന്നെ വാവക്കുട്ടൻ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കില്ലായിരുന്നു. സുധിച്ചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാ ഉയർച്ചകളുടെയും പിൻപിലുള്ള പ്രധാനപ്പെട്ട ഘടകം. ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ സുധിച്ചേട്ടാ ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞുള്ള ആ കയറ്റം. തുടർന്ന് ഞാൻ വിധവയല്ല, എൻ്റെ സുധിച്ചേട്ടൻ ഇപ്പോഴും എൻ്റെ ഭർത്താവായി എൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ പ്രസ്താവനകളൊക്കെ കേരളം മറന്നിട്ടില്ല. പക്ഷേ സുധിച്ചേട്ടൻ ഒരു പട്ടിയുടെ വില പോലും ഇവർ കൊടുത്തിരുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നാം കേട്ടത്. ഭർത്താവ് മരിച്ചു കിടക്കുന്നു, ഡെഡ് ബോഡി കാണുവാൻ വേണ്ടി ഭാര്യ വീട്ടുകാരും കുഞ്ഞുങ്ങളും അവിടേക്ക് പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ അവർ അടിച്ചു പൊളിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എന്തായിരിക്കും കിച്ചു ഉദ്ദേശിച്ചത്? വണ്ടിക്കകത്ത് ഉച്ചത്തിൽ മേളക്കൊഴുപ്പുള്ള പാട്ടുകളൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഉല്ലാസയാത്ര പോലെ. ഇടയ്ക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലിൽ കയറി ഗംഭീരമായ ഫുഡ്. ഈ 5 സ്റ്റാർ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. എന്നാലും സാമാന്യം തരക്കേടില്ലാത്ത ഹോട്ടലിൽ കയറി മുന്തിയ ഇനം ഭക്ഷണവും ഒക്കെ കഴിച്ച് നല്ല ഒന്നാന്തരം ഉല്ലാസയാത്ര ആഘോഷത്തോടെ നടത്തുന്ന അവസ്ഥ ആ കൊച്ചുകുട്ടിക്ക് അത് മൗനമായി നോക്കിക്കാണേണ്ടി വന്നു. സ്വന്തം അപ്പൻ മരണപ്പെട്ടിരിക്കുകയാണ്, ഉമിനീര് പോലും അവൻ ഇറക്കുവാൻ കഴിയുന്നില്ല, അവൻ കണ്ണീർ കടലിലാണ്. ഈ സാഹചര്യത്തിൽ ആ കുട്ടിയുടെ മുൻപിൽ സുധിച്ചേട്ടൻ്റെ നേർപാതി എന്ന് അവകാശപ്പെടുന്ന രേണുസുതി പേക്കൂത്തുകൾ കാണിക്കുകയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ആൾക്കാരെ പറ്റിക്കുവാൻ വേണ്ടി തള്ളി മറിച്ചതൊക്കെ അതൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു.
1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സുകാർ. അത് അനൂപേട്ടന് എല്ലാവരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്തു. കൊല്ലം സുധിയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ എല്ലാ ചെലവുകളും ഫ്ലവേഴ്സ് ടിവിക്കാരാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു തട്ടിപ്പ് കാണിക്കുവാൻ തങ്കച്ചനും കുടുംബവും തയ്യാറായി എന്ന്. 1,80,000 രൂപയുടെ ബില്ല് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ടിവിക്കാരുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി പോലും. തങ്കച്ചനും കൂട്ടരും അതുമല്ല അതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് ഏറെക്കുറെ ഇതിനോടകം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒടുവിൽ ആ വഴിയിൽ കൂടി പോകാതെ നേരിട്ട് പണം അടച്ചപ്പോൾ ഈ 1,80,000 എന്നുള്ളത് വെറും 89,000 കുറഞ്ഞു. ആ മരണത്തിൽ പോലും ലാഭമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം അത് സമ്മതിച്ചേ പറ്റൂ. നികൃഷ്ട ജന്മങ്ങളെന്ന അക്ഷരം തെറ്റാതെ ഇവറ്റകളെ വിശേഷിപ്പിക്കാം. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി കൂടി കേൾക്കാം. എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യണം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെ ആയിരുന്നു. എങ്ങനെ ഞാൻ ഇത് എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. എന്നിട്ട് ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനോ, നീ എവിടാ കഴിച്ചാ, ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുവാ ഞാൻ. പോകുന്നു, രാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ലേ നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യം ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞ. ഇങ്ങനെ സമയത്തൊരു പ്രശ്നം ഇതൊക്കെ. ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നല്ല സ്വഭാവം അല്ലാതെ പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തൊരു ജോലി, ഈ റബ്ബറിൻ്റെ ഒരു ജോലിക്ക് ഞാനിങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ്റെ വഴിയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് പോവാ, നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. എത്ര സങ്കടകരമായ ഒരു അനുഭവമാണിത്. ആ വീട് വിട്ട് ഒടുവിൽ കൊല്ലത്തേക്ക് താൻ പോവുകയാണ്, രക്ഷപ്പെട്ട് ഓടുകയാണ്. കൊല്ലത്ത് നിന്ന് പഠിക്കുവാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആർക്കും യാതൊരു അഭിപ്രായങ്ങളുമില്ലായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലായിരുന്നു. എന്താ പറയേണ്ടത്?
ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മാരണം എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിനുള്ള അവസരം വന്നു ചേർന്നത്. ആരും അവനോട് സംസാരിക്കില്ല, അവൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകട്ടെ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒടുവിൽ അതിൻ്റെ ഫലം കണ്ടതിലുള്ള സന്തോഷമാണ് ആ മൗനം. സത്യത്തിൽ അന്ധകാരത്തിൽ നിന്നും ഒരു വലിയ വെളിച്ചത്തിലേക്കുള്ള രക്ഷപ്പെടിയിലായിരുന്നു കൊല്ലത്തേക്കുള്ള അവൻ്റെ പറിച്ചുനടൽ. എന്തായാലും ആ കുട്ടിയെ മടക്കി വിളിക്കുവാൻ ആ പ്രായമായ മാതാവിന് തോന്നിയല്ലോ, അതിനവരോട് നന്ദി പറയണം. ആ സമയത്ത് അവരങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കിച്ചുവിൻ്റെ ജീവിതം ഒരുപക്ഷെ ജയിലിലോ അല്ലെങ്കിൽ തെരുവ് തെമ്മാടികളുടെ ഇടയിലോ ആയിപ്പോയനെ. അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായിലായ ചേട്ടൻ വന്ന് ചോദിച്ച്, നിനക്കും ഋതപ്പൻ്റെ പേരിലും കൂടെ ഒരു വീട് വെച്ചേരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല, അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്കെങ്ങനെ പറയണം എന്നറിയത്തില്ല. അങ്ങനെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം ഞാൻ നിർത്തി. സംഭവിച്ച അനുഭവങ്ങളുടെ എല്ലാം ഓർമ്മകൾ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് എങ്ങനെ വെളിപ്പെടുത്തണം എന്നവൻ അറിയില്ല. അറിവില്ലായ്മ കൊണ്ടല്ല, പകരം പറയാൻ തുടങ്ങിയാൽ അത് പലരുടെയും ജീവിതത്തെ തകർത്തെറിയും എന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റിയാണ് കൂടുതൽ തുറന്നു പറച്ചിലേക്ക് പോകുന്നതിൽ നിന്നും അവനെ വിലക്കുന്നത് എന്ന് വ്യക്തമാണ്. അച്ഛനാരോടും നോ പറയാൻ അറിയില്ല എന്ന് കിച്ചു പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന്. അതെ, ആ മനോഭാവമാണ് ഇപ്പോഴും പല തുറന്നു പറച്ചിലുകളിൽ നടത്തുവാൻ അവനെ വിലക്കുന്നത്. പക്ഷേ കിച്ചു പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ഊഹിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. കൊല്ലം സുധി ഉണ്ടായിരുന്നപ്പോഴും അയാൾ മരിച്ചതിന് ശേഷവും കിച്ചു അനുഭവിച്ച ഒറ്റപ്പെടലും വേദനയും അതിൻ്റെ തീവ്രതയും അത് എത്ര വലുതായിരുന്നു എന്ന് ഇനി കിച്ചു കൂടുതൽ ആരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹൃദയമുള്ള മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ഒക്കെ വായിച്ചെടുക്കുവാൻ കഴിവുണ്ട്. സത്യം പറഞ്ഞാൽ കിച്ചുവിനോട് ഇത്രയും നാളും ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ദേഷ്യമുണ്ടായിരുന്നു. കിച്ചു ഇപ്പോൾ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗവും പോലീസ് പിടിച്ചതും ഒക്കെ പുറംലോകം അറിഞ്ഞതോടുകൂടി അവനൊരു മോശം കുട്ടിയാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അവനെ ആൾക്കാർ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, ചെയ്തത് തെറ്റാണ് എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി കൊല്ലം സുധി എന്ന മനുഷ്യന്റെ പേരെടുത്ത് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാക്കി പണമുണ്ടാക്കുവാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്ന സ്ത്രീ സകലരെയും കബളിപ്പിച്ച് മുന്നേറിയിട്ടും സത്യങ്ങളെല്ലാം അറിയാമായിരുന്ന കിച്ചു മൗനമായി നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് സമൂഹം കിച്ചുവിനെ ഏറ്റവും അധികം വെറുത്തിട്ടുള്ളത്. ഒരാൾ മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു, പോലീസ് പിടിച്ചു, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ധാരാളം കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തിരുത്തുവാൻ തയ്യാറായ എല്ലാവരെയും സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. കിച്ചുവിനോട് സമൂഹത്തിനുണ്ടായ വെറുപ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി രേണു സുധിയുടെ അഴിഞ്ഞാട്ടങ്ങളെല്ലാം കണ്ടിട്ടും സോഷ്യൽ മീഡിയ ഒന്നടങ്കം അതിനെ തള്ളിപ്പറഞ്ഞിട്ടും അതെല്ലാം കണ്ട് മൗനമായിട്ട് മുൻപോട്ട് പോവുകയും പ്രതികരിക്കേണ്ട നിർണായക സമയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു. ഇന്നെല്ലാം തുറന്നു പറയുവാൻ കിച്ചു കാണിച്ച ഈ ആർജവം അത് ഒരു വർഷത്തിന് മുമ്പ് കാട്ടിയിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നായി മാറുമായിരുന്നു. നിന്നെയും നിന്റെ അച്ഛനെയും അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നത് നന്നായിട്ട് അറിയാവുന്ന കിച്ചു രേണു സുധിയുടെ കാപട്യത്തിന്റെ, തോന്നിയമാസത്തിന്റെ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജീവിതത്തിന്റെ നേർസാക്ഷിയായി മാറിയിട്ടും മൗനമായി നിന്നു എന്നുള്ളത് സമൂഹം നിന്നെ അവഗണിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും മരണശേഷം ഇത്രയും അധികം അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ അത് കൊല്ലം സുധി മാത്രമായിരിക്കും. അതെ, അത്രമാത്രം അവഹേളിക്കപ്പെടുവാൻ തക്കവണ്ണം രേണു സുധി എന്ന ഈ സ്ത്രീ അയാളുടെ പേര് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, സുഖലോലുപതയുടെ ജീവിതത്തിനു വേണ്ടി സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചിഴയ്ക്കുവാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും കിച്ചുവിന് അന്ന് പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ സത്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ താൻ തയ്യാറായാൽ തുടർന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം കിച്ചു മൗനമായിരുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. രേണു സുധി എന്ന അഭിനേത്രി എന്തെല്ലാം പച്ച കള്ളങ്ങളാണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ബിഗ് ബോസിനുള്ളിൽ ഇരുന്നു കൊണ്ട് മക്കളെ ഓർത്തുകൊണ്ടുള്ള ആ നിലവിളി, സുധിച്ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടുള്ള തേങ്ങലടികൾ, ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നുള്ള ആവർത്തിച്ചുള്ള ഏറ്റുപറച്ചിലുകൾ,
ഇതെല്ലാം കല്ലുവച്ച നുണകളായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് അന്നേ മനസ്സിലായതാണ്. എങ്കിലും രേണുസുതിയെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തിരിച്ചറിവുണ്ടാകുവാൻ ഇപ്പോൾ കിച്ചുവിന്റെ ഈ വാക്കുകൾ, ഈ തുറന്നു പറച്ചിലുകൾ സഹായകരമാകും. കിച്ചുവിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്, അവൻ എന്നും എന്നെ വിളിക്കും, അവന്റെ ആവശ്യത്തിന് പണം എന്നോട് ചോദിക്കും, ഞാനത് ഇട്ടുകൊടുക്കും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, സ്നേഹത്തിലാണ്, അവനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷെ കിച്ചു പറയുന്നു, ഞാൻ കോട്ടയത്ത് ഒറ്റപ്പെട്ടു പോയി, ഒരു മുറിയും ഒരു കമ്പ്യൂട്ടറും, എന്നോട് സംസാരിക്കുവാൻ ആരുമില്ല, എനിക്ക് സംസാരിക്കുവാൻ ആരുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അവിടുത്തെ ജീവിതം കൊണ്ട് മാത്രമാണ് എന്ന്. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ സമയത്ത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റായി ഞാൻ മനസ്സിലാക്കി. ഞാനത് മാറ്റിയെടുത്ത് എൻ്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നതല്ല. ഇപ്പം ഇങ്ങനെ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇതിൽ സംസാരിച്ച് നോക്ക്, എൻ്റെ കഥകൾ മൊത്തവും പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ വരുന്നു. ഒത്തിരി ട്രോമ അവന്റെ ഉള്ളിലുണ്ട്. സത്യത്തിൽ കിച്ചുവിന്റെ ഈ വാക്കുകൾ വളരെ സങ്കടത്തോടെ മാത്രമേ കേട്ടിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ തുറന്നു പറച്ചിലോടുകൂടി ഇത്രയും കാലം സംഭവിച്ചു കൊണ്ടിരുന്ന വേട്ടയാടലുകൾ അത് അവസാനിക്കപ്പെടുകയാണ്. ഇനി നീ വഴിപിഴച്ചവനാണെന്നും നീ മയക്കുമരുന്നിന് അടിമയായി പോയവനാണെന്നും ഇതൊക്കെ പറഞ്ഞ് നിന്നെ ആക്രമിക്കുവാൻ സമൂഹ മാധ്യമങ്ങളിൽ ആരും ഒരുമ്പിട്ടിറങ്ങുകയില്ല. ഉറപ്പാണ്, സമൂഹം കിച്ചുവിനൊപ്പമുണ്ടാവും. രേണുസുതി എന്ന കാപട്യക്കാരി, തട്ടിപ്പുകാരി എത്രത്തോളം ഭീകരമായ വിഷമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി സമൂഹത്തിന്റെ മുമ്പിൽ കിച്ചു ഇപ്പോൾ പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഓക്കെയാണ്, ഒരു കാര്യമില്ല. ഞാൻ കൊല്ലത്ത് ഹാപ്പി ആയിട്ട് ഇപ്പൊ പോവാ. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ, ഞാൻ ഇപ്പൊ മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രേണുസുതിയുമായി ഒരു കണക്ഷനുമില്ല. വാസ്തവത്തിൽ ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇതാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ കണക്ഷനിലേക്ക് ഇനിയും നീ പോയാൽ ഇപ്പോൾ നിന്നെ ചേർത്ത് നിർത്തുന്ന ജനങ്ങൾ അവർ നിനക്കെതിരെ തിരിയും. വീണ്ടും അവർ നിന്നെ അപമാനിക്കും. അതുകൊണ്ട് ഈ ഒരു സമൂഹം മുഴുവൻ ഇപ്പോൾ നിന്റെ കൂടെയുണ്ട്. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോവുക. അനധിവിദൂര ഭാവിയിൽ ഇതിനേക്കാൾ ഭീകരമായൊരു തള്ളിപ്പറച്ചിൽ ഇനിയും കേരളം കേൾക്കും. അതെവിടെ നിന്നാണെന്നറിയാമോ? ഋതപ്പൻ എന്ന ഇപ്പോഴത്തെ ആ കൊച്ചു കുട്ടിയുടെ വായിൽ നിന്നായിരിക്കും. കാരണം അമ്മാതിരി വളർത്താണ് അവനെ വളർത്തുന്നത്, അമ്മാതിരി കാഴ്ചകളാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രേണുസുതിയുടെ മുൻപിൽ എല്ലാ കാലത്തും പണം മാത്രമായിരുന്നു നമ്പർ 1 ആയി നിന്നിട്ടുള്ളത്. പക്ഷേ പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് ജീവിതം അവരെ പഠിപ്പിക്കും. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.